ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിൽ 3 പ്രതികളെന്ന് പോലീസ്. നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. ശ്വാസം മുട്ടിച്ചാണ് നവജാത ശിശുവിനെ കൊന്നത്. വിജയനെ കൊന്നത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചും. കൊലപാതകം നടന്നത് അഭിചാരക്രിയകളുടെ ഭാഗമാണ് എന്നാണ് സംശയം. അതേസമയം മുഖ്യപ്രതിയായ നിതീഷുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ കൂടിയാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 പ്രതികളുണ്ട്. കൊല്ലപ്പെട്ട വിജയൻ്റെ ഭാര്യ സുമതിയും നിതീഷും വിജയൻ്റെ സുമതിയുടെയും മകനായിട്ടുള്ള വിഷ്ണുവും ഈ കൊലപാതകത്തിൽ പ്രതികളാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ്, ഏത് ലക്ഷ്യത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സംബന്ധിച്ച് പ്രാഥമികമായ എന്തൊക്കെ സൂചനകളാണ് പോലീസിന് ലഭിച്ചത്? ഒപ്പം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. കെ പി, പ്രധാനമായും പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു കേസ് തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ പോലീസിനെ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. പ്രധാനമായും ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിലെത്തിയപ്പോൾ അവിടെ എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയ ചില സംശയങ്ങൾ, ആ സംശയങ്ങളിൽ നിന്നും ഉടലെടുത്ത ഒരു കേസാണ് നിലവിലിപ്പോൾ 2 കൊലപാതകങ്ങൾ തെളിയുന്നതിലേക്ക് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം 3 പ്രതികളും ഈ കേസിലുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഈ കേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 2-ന് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഈ കേസിൽ പ്രതികളായിട്ടുള്ള, ഈ മോഷണ കേസിൽ പ്രതികളായിട്ടുള്ള നിതീഷ്, അതുപോലെ തന്നെ വിഷ്ണു എന്നിവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. ഇതിനായി ഇവരുടെ വീട്ടിലെത്തുന്നു. ഈ വീട്ടിലെത്തിയപ്പോൾ മുതലാണ് മറ്റു രീതിയിലുള്ള സംശയങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത്. ഈ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഈ സ്ത്രീകളുടെ സംസാരത്തിലും അതുപോലെ തന്നെ ഇവരുടെ സ്വഭാവത്തിലും ചില സംശയങ്ങൾ പോലീസിന് തോന്നി. കൂടാതെ ഈ വീട് പരിശോധിച്ചപ്പോൾ ചില ആഭിചാര കർമ്മങ്ങൾ നടന്നു അല്ലെങ്കിൽ വെളിവാക്കുന്ന ചില കാര്യങ്ങൾ അവിടുന്ന് കാണാൻ കഴിഞ്ഞ പൂജകൾ നടത്തുന്ന പുസ്തകങ്ങൾ, ചില പൂജകൾ നടത്തിയതിന്റെ അവശേഷിപ്പുകളെല്ലാം തന്നെ ആ വീട്ടിലുണ്ടായിരുന്നു. വളരെ അലസമായ ഒരു വീടായിരുന്നു അത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പരിശോധനയ്ക്കുള്ളിൽ ഓരോ മുറിയിലേക്ക് കയറി പരിശോധിക്കുമ്പോഴും പോലീസിന് സംശയം കൂടി വന്നു. ഒരു മുറിയിൽ കയറിയപ്പോൾ ആ മുറിയുടെ നടുഭാഗത്ത് മാത്രമായി ഒരു പുതിയ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് പോലീസിൽ ഏറ്റവും കൂടുതൽ സംശയമുണ്ടാക്കിയത്. ആ സംശയത്തിൽ തുടർന്ന് ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ, അതായത് സുമ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ മകൾ വിദ്യ എന്നാണ് അവരുടെ മകളുടെ പേര്, അവരും ഇവരെ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ നിർണായകമായ ചില മൊഴികൾ പോലീസിന് ലഭിച്ചത്. പക്ഷേ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ അപ്പോഴും സംശയത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിനുശേഷം പോലീസ് കൃത്യമായ നീക്കങ്ങളിലൂടെ ഈ പിടിയിലായ നിതീഷിനെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഈ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴാണ് ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. ഈ വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നിതീഷ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ 2016-ൽ വിദ്യയുടെ ഒരു കുഞ്ഞിനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിതീഷ് വെളിപ്പെടുത്തി. പ്രധാനമായും ഈ 2016-ൽ ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം അഭിഹിത ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി എന്ന് പുറത്തറിഞ്ഞാൽ അതുണ്ടാക്കുന്ന നാണക്കേട് ഭയന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നാണക്കേട് കണ്ടുകൊണ്ടാണ് ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നിലവിൽ മൊഴിയുള്ളത്. അതിനുശേഷം ഈ പഴയ വീട് കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ ഈ കുട്ടിയെ, ഈ നവജാത ശിശുവിനെ മറവ് ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ മരിച്ച വിജയൻ, അതുപോലെ തന്നെ ഈ നിതീഷ്, വിഷ്ണു എന്നീ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഈ 2ാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ. സുബിനൊപ്പം ഈ ആഭിചാര ക്രിയകളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എത്രത്തോളം ബലപ്പെടുകയാണ്? അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൾ മാത്രമല്ല, പുറത്തുള്ള ആൾക്കാരും ചിലരുടെ സഹായങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ബലപ്പെടുകയാണോ? അത്തരത്തിലുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. പക്ഷെ അത് സാധൂകരിക്കത്തക്ക തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷെ ആഭിചാര കർമ്മങ്ങൾ നടന്നു എന്ന കാര്യത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിജയനെ കൊലപ്പെടുത്തിയത് ഈ നിതീഷിനുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യം മൂലമാണെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ സാഗര ജംഗ്ഷനിലെ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് ഈ 1 കോടി രൂപയോളം ഈ വിജയന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് മൊത്തം ചിലവാക്കിയത് നിതീഷ് ആണ് എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഈ നിതീഷും അതുപോലെ തന്നെ ഈ
വിജയനും തമ്മിൽ പലപ്പോഴും തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു തർക്കം ഉണ്ടായി. ആ തർക്കത്തെ തുടർന്ന് നിതീഷ് ചുറ്റിക കൊണ്ട് വിജയന്റെ തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിവൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊലയ്ക്ക് ശേഷം ഈ വിഷ്ണുവും, അതായത് വിജയന്റെ മകൻ വിഷ്ണുവും അതുപോലെ തന്നെ ഭാര്യ സുമയും ചേർന്നാണ് ഈ കൊലപാതകം മറവ് ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുമയെയും, അതായത് വിജയന്റെ ഭാര്യ സുമയെയും ഈ കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്. ഇവരിപ്പോൾ നിലവിൽ ഷെൽട്ടർ ഹോമിലാണുള്ളത്. ഈ മോഷണ ശ്രമത്തിന് ശേഷം ഇവരെ വീട്ടിൽ നിന്ന് മോചിപ്പിച്ചൊരു ഷെൽട്ടർ ഹോമിലാണ് ഇവർ ആക്കിയിരിക്കുന്നത്. ഇവരെയും നിലവിൽ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ ഏറ്റവും കൂടുതൽ വട്ടം ചുറ്റിച്ച ഒരു കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഒരു അന്വേഷണവും ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. എന്തായാലും രണ്ട് കൊലപാതകങ്ങൾ, അതായത് 2016 8 വർഷത്തിന് മുമ്പ് നടന്ന ഒരു കൊലപാതകവും അതുപോലെ തന്നെ 1 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകവുമാണ് ഈ ഒരു മോഷണ കേസിൽ പിടിച്ച രണ്ട് പ്രതികളെ പിടിച്ചതിലൂടെ തെളിയുന്നത്. KP അതിക്രൂരമായ രണ്ട് കൊലപാതകങ്ങളുടെ ചുരുളുകളാണ് അടിയുന്നത്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.